മക്കളെ ഇത് മംഗലം തിരുത്തുമ്മൽ റോട്ടിലുള്ള തോട്ടിലാണ് കേട്ടോ. ഒരു വലിയൊരു മലമ്പാമ്പ് എന്തിനെ മുണങ്ങിയിട്ടുണ്ട്. കുറുക്കനാണെന്നും പറഞ്ഞിട്ടുണ്ട്, നായിയാണെന്നും പറഞ്ഞിട്ടുണ്ട്. മുണങ്ങിയിട്ട് കിടക്കാണ്. നമ്മളെ നാട്ടിൽ ഇമാതിരി സൈസ് സാധനങ്ങൾ കണ്ടോ. ഇപ്പോൾ അടുത്ത് ഇവിടെ നിന്ന് പല ഭാഗത്തായിട്ട് ഇങ്ങനെ മലമ്പാമ്പിനൊക്കെ കാണുന്നുണ്ട്. നമ്മളെ സ്നേഹിതന്മാരെ നിൽക്കണൊക്കെ അതാ പാമ്പിനെ പിടിക്കാനായിട്ട് ആള് വരുന്നുണ്ട് പിറകെ. ഓക്കെ, അതെ ഇത് കുറുനാരിയാണ് തോന്നുന്നുട്ടോ. ഇതിന്റെ അതിന്റെ കാലൊക്കെ പുറത്തേക്കുണ്ട്. അതിനെ പൊടിച്ചിട്ട് ഇങ്ങനെ കെടുക്കാണ്. എന്തായാലും ആരാണ് വിളിച്ചിരിക്കണേ നിങ്ങള്? ഫോറസ്റ്റിനാ? നമ്മളെ നാട്ടിലിങ്ങനെ വിജനമായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഇത്തരം ജീവികളൊക്കെ ഇപ്പോൾ നമ്മളെ നാട്ടിൽ ധാരാളമായിട്ടുണ്ട്. കാട്ടുപന്നി, ഇപ്പം അടുത്ത് പുലി വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളെത്രയും തീരദേശമായിട്ടുള്ള തുറസായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ പ്രളയത്തിൽ വന്നത് ഇളകണുണ്ട്. നിങ്ങൾ കഴിഞ്ഞ പ്രളയത്തിലെ വന്ന് കൂടിയതായിരിക്കും. ഇത്ര കുറേ ഉണ്ട്. അതിന് വിടുന്നുണ്ട് കേട്ടോ. പതുക്കെ കുറുക്കനാണ് കേട്ടോ. അതാണ്ടാ ഇത് ശരിക്കും കണ്ടാൽ കുറുക്കനാണിത്. ഫോറസ്റ്റിൽ നമ്മൾ ഇൻഫോം ചെയ്ത പ്രകാരം അതാ ഫോറസ്റ്റുകാർ വന്നിട്ടുണ്ട്. അതെ നിങ്ങൾ നോക്കിയത് ഇപ്പൊ ഫോറസ്റ്റിൽ നിന്നൊക്കെ ആള് വന്നു കേട്ടോ. അതിനെ എടുക്കാനുള്ള നമ്മളെ റെസ്ക്യൂ ചെയ്യാൻ പോട്ടാ. ഇതിനെ റെസ്ക്യൂ ചെയ്യാൻ പോട്ടാ. നസിയ എന്താ പാട്? സതീശനൊക്കെ രംഗത്തുണ്ട്, ആക്റ്റീവായിട്ടുണ്ട്. നാട്ടിൽ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും മുൻപന്തിയിലുണ്ടാവുന്ന ആളാട്ടത് സതീശ്. ഒന്നും കൂടെ സൂം ചെയ്ത് കാണിച്ചു തരട്ടാ. ഇതാണ് ഇതിനാണ്. അതായത് കുറുനാരിയാണോ നായാണോ? ശരിക്കും കൺഫേം കുറുനാരിയുണ്ട്. നമ്മുടെ നാട്ടിൽ കുറുനാരി എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. അവിടെ നിന്ന് ആള് വരുന്നുണ്ട്, ആൾക്കാരിതാ വരുന്നുണ്ട്. അപ്പൊ അവരിങ്ങനെ പതുക്കെ വന്നിട്ട് ഇതാക്ക കണ്ടോ, പതുക്കെ വരുന്നുണ്ട്. രണ്ടാൾക്കാരുണ്ട്. ഇതിന് പതുക്കെ എടുത്ത് നേരെ റെസ്ക്യൂ ചെയ്തിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിക്കും. നേരെ അതിന് പിടിക്കാനുള്ള പരിപാടി കേട്ടോ. വലിയ മലമ്പ പൊല്ലോ. അത് കണ്ടോ? നിങ്ങൾക്ക് കണ്ടില്ല നിങ്ങൾ? അതിന്റെ കാല് കണ്ടോ? അയ്യോ, ഇതിന് ഞാൻ കുറുക്കനാട്ടോ. അത് കുറുനരി. ഒല്ലോ, ഇത് ഭയങ്കര സൈസല്ലോ. അയ്യോ, ഇത് ഭയങ്കര വലുതാട്ടത്. ഇത് വലിയ സൈസാട്ടത്. വലിച്ചു കയറ്റട്ടോ. എടാ അതെ. അയ്യോ, അത് നോക്കി ഇങ്ങോട്ട് കണ്ടോ. അതിന്റെ വായലുള്ളത് കണ്ടോ. അയ്യോ, അതിന്റെ വായലതുള്ളതിന്റെ വല്ല അറ്റാക്ക് ചെയ്യൂലല്ലേ. അയ്യോ, കുറുക്കനാ കിടക്കുന്നത്. കുറുക്കനതാ, കുറുക്കനാ കിടക്കുന്നത്. ഓ, ഇത് എന്ത് സൈസാ. ഇത് നമ്മളെ നാട്ടില് പഠിച്ചോന് ഭയങ്കര വലുതുള്ള. അയ്യോ, അത് കണ്ടോ? ഞാനേ റെക്കോർഡ് ചെയ്തിട്ട് മൊത്തത്തിലിടും. അയ്യോ, ആ മരത്തിന് ചുറ്റും. അയ്യോ, പക്ഷെ അത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാല് ആ മരത്തിന്മേ ചുറ്റി. എത്ര നീട്ടത്? ഏകദേശം എത്ര തൂക്കുണ്ടാവും ഇത്? അതിന്റെ തലഭാഗം അവിടെ തോന്നുന്നു. പക്ഷെ ഇത് ഭയങ്കര, ഇത് കടിച്ചു കഴിഞ്ഞാലേ അയ്യോ കണ്ടോ. അതിനെ ചുറ്റിട്ടേ മക്കളെ റെസ്ക്യൂ ചെയ്യുന്ന രംഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരുപാട് പാടുപെടേണ്ടി വരും. അത്രയും തൂക്കമുണ്ട്, അത്രയും നീളുണ്ട്. കുറുക്കനാണ് ആ കിടക്കുന്നത് കേട്ടോ. ഇര പിടിച്ചതാണ്. അത് ബാഗിലേക്ക് ആക്കണതിന്. അത് നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ്. ഇവര് നേരെ അവരെ ഏൽപ്പിക്കുക ചെയ്യാറ്. സാധാരണ ഇവർക്കൊക്കെ ഇത് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട്. ഇവരെന്നിട്ട് പിന്നീട് അവരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ വന്നിട്ട് ഫോറസ്റ്റ് ഏറ്റുവാങ്ങും. അങ്ങനെയാണ് സംഭവം. എന്നിട്ട് അവരിത് കാട്ടിലേക്ക് വിടും. എന്തായാലും നമ്മുടെ നാട്ടിൽ ധാരാളം മലമ്പാമ്പ് ഇവിടെ ഇഷ്ടം പോലെയാണ്. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് കുറേയാണ് കിട്ടുന്നത്. ഇത് മക്കളെ തിരൂരിനടുത്ത് മംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടോ. മംഗലം തിരുത്തുമ്മൽ റോഡിലാട്ടോ.
വലിയ അപാര സൈസായിട്ടുള്ള ഒരു മലമ്പാമ്പാണ്. നല്ല തൂക്കുണ്ട്. ഇത് ഏകദേശം എത്ര കിലോ ഉണ്ടാവും മുസ്തഫ? 60-70 കിലോ എന്തായാലും ഉണ്ടാവും. അതായത് വലിയൊരു കുറുനാരിനെ തന്നെ അതിനെ വീങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം. അതിനിപ്പോൾ വളരെ പാടുപെട്ടോ അത് ചാക്കിലേക്ക് ആക്കാൻ വേണ്ടി. നിങ്ങൾക്ക് അതിൻ്റെ വണ്ണമൊക്കെ കണ്ടാലും ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരുന്നുണ്ടോ? അതിൻ്റെ വണ്ണം കണ്ടെങ്കിൽ ഇത് നമ്മൾ ഒരു കാലിൻ്റെ ഒക്കെ വലിപ്പമുണ്ട് കേട്ടോ. ഒരാളെ കാലിൻ്റെ ഒക്കെ വലിപ്പം വണ്ണം. എത്ര വലിയ കുറുനരിനെയാണ് അത് തിന്ന് നമുക്ക് നോക്കി. അത് ചത്തിട്ട് അതൊക്കെ എടുക്കുന്നു. നമ്മളിവിടെ ഇങ്ങനെ കുറേ വിജനമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇത്തരം സ്ഥലങ്ങളിലൊക്കെയാണ് കാട്ടുപന്നി, അതുപോലെ തന്നെ മലമ്പാമ്പ്, ഇങ്ങനെയുള്ള ജീവികളൊക്കെ വന്നിട്ട് കൂടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നമാണ് ഇതൊക്കെ. കാട്ടിൽ കൊടും വനത്തിലൊക്കെ കാണപ്പെടുന്ന ഈ സാധനം നമ്മളെ നാട്ടില് അത് അതിലേക്ക് കേറി കിട്ടാനാണ് പ്രയാസം അല്ലേ? കേറിയോ? ചാക്കിൽ കയറി. അങ്ങനെ അതിസാഹസികമായിട്ട് അതിനെ നമ്മുടെ നസീം ടീമും സതീശനെ കൂടെ കീഴടക്കിയിട്ടാ. അതിസാഹസികമായിട്ട് 1-2 ആൾക്കാരല്ല, കുറെ ആൾക്കാർ കൂടിയിട്ട് ആണ് അതിനെ ആ ചാക്കിൽ. അതിൻ്റെ സൈസ് നോക്കി നിങ്ങൾ. പടച്ചോന്. ഓ, ആ ചാക്കിലെന്നെ കൊള്ളൂലല്ലോ. ഓ, നസി എത്ര കിലോ ഉണ്ടാവും ഏകദേശം? എന്തായാലും ഒരു 50-60 കിലോ ഉണ്ട് എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടാ. ആ, അതിനെ അതിസാഹസികമായിട്ട് നമ്മളെ നാട്ടിലുള്ള പേരെന്നെ കീഴടക്കിട്ടാ. കീഴ്പ്പെടുത്തി. അങ്ങനെ ഒരു കുറുക്കന്റെ ജീവൻ പോയി. ഇത് മംഗലം തിരുച്ചുമല റോഡാട്ടോ. ഇവിടെ കുറെ വിജനമായിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ഇവിടെ നിന്നാണ് ഇപ്പം മലമ്പാമ്പിനെ കിട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മളെ പഞ്ചായത്തിൻ്റെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഇവിടെ കുറേ പൊന്തക്കാടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ചെറിയ കുട്ടികളൊക്കെ സ്കൂളിൽ പോകണതാണ്. അപ്പോൾ ഒക്കെ അപകടമാണ്. അതിൻ്റെ പേരിൽ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാൻ പഞ്ചായത്ത് മുൻകൈ എടുക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കട്ടെ. താങ്ക് യു.